ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത്. അതെന്താന്ന് ചോദിച്ചാൽ ഒരു നല്ലൊരു വിശേഷപ്പെട്ട ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കൂണ് കറിയാണ്. ഞാൻ ഇന്ന് രാവിലെ പറമ്പിൽ കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഈ വഴിയിൽ അങ്ങ് ഇറങ്ങി ചെന്നപ്പോ കുറച്ച് കൂൺ അവിടെ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നുണ്ട്. മുളച്ച് വരുന്നതേ ഉള്ളൂ. ഇത് വെള്ളാരം കൂണ്. അപ്പൊ ഈ കൂണ് കണ്ടെന്ന് വെച്ച് നമ്മൾ കണ്ടു നിർത്തിച്ച് പോന്നു കഴിഞ്ഞാൽ കുഞ്ഞതായാലും വലുതായാലും ആൾക്കാരെ കണ്ട അപ്പൊ അത് നമ്മുടെ ഇവിടെ വഴിയിലും അപ്പൊ ഇത് പറിച്ചു എവിടെ വന്നാലും കൂണ് പറിക്കും ആൾക്കാര്. അപ്പൊ നമ്മളിത് കണ്ടു നിർത്തിയേച്ച് പോന്നാലും നമുക്ക് പിന്നെ കിട്ടത്തില്ല. ഞാൻ അപ്പൊ തന്നെ ഒരു 5-10-12 ഉള്ളു. നാളെ ചിലപ്പോ കൂടുതൽ കിട്ടുമായിരിക്കും. ചിലപ്പോൾ നാളെ വിരിയോ ഇത്? നാളെ വേറെ ഉണ്ടെങ്കിൽ നാളെ വിരിയും. ഇതിനടിയിലുണ്ടെങ്കിൽ നാളെ രാവിലെ നമ്മൾ അപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ കൂണ് പറിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ വീണ്ടും രാവിലെ പോയി അവിടെ പോയി നോക്കണം വീണ്ടും മുളച്ചു വന്നുണ്ടോ അല്ലേ? അല്ല ഇത്രയും നല്ല ഒരുപാട് പൊടിയേണ്ടതാ. ആണല്ലേ? അപ്പൊ കൂണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കട്ടോ നിങ്ങളത്. ഇതാണ് കേട്ടോ നമ്മുടെ കൂണ്. ഇത് മുട്ട അല്ലേ ശരിക്കും മുട്ട. പക്ഷെ ഇത് കണ്ടു നിർത്തിയേച്ച് പോന്നാൽ ഇപ്പൊ വിരിഞ്ഞു തുടങ്ങി. ചെറുതൊക്കെ വിരിഞ്ഞു തുടങ്ങി. ഞാൻ കാണിച്ചു നോക്കട്ടെ. ഇത് കണ്ടത് ഇങ്ങനെ. ഇത് വെള്ളാരം കൂണല്ലേ? ഇത് കണ്ട. ഇത് നല്ല അടിപൊളി കൂണാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കൂണിന്റെ ടേസ്റ്റേ അല്ലേ ഈ കൂണല്ലേ? നല്ല രുചിയാ. പക്ഷെ ഇത് കണ്ട എല്ലാം മുട്ടാണ്. താമരമുട്ട് പോലെ മുട്ടുകളാണ് മൊത്തത്തില്. പക്ഷെ മുട്ട ആയാലും നമ്മള് നിർത്തിയേച്ച് പോരാൻ ഒക്കില്ല. വഴിയില്ല. ഇത് പക്ഷെ നിന്നാർന്നെങ്കിൽ വളർന്നേനല്ലേ? നാളത്തേക്കാണ് ഇതെല്ലാം ഇങ്ങനെ കുടന്നു വരും. ഇങ്ങനെ കുമള പോലെ ഇതൊക്കെ വിടർന്ന് തുടങ്ങിയുള്ളൂ. കണ്ടോ? അപ്പൊ നമ്മൾ മറ്റുള്ളവർ പറിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മള് അങ്ങ് പറിച്ചമ്മ. അപ്പൊ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കിതൊരു കറി ഉണ്ടാക്കാം. ചാറ് കറി അല്ലേ? നാടൻ കറി. അപ്പൊ നമ്മള് വേറൊരു കാര്യമാണ് ഞാൻ പറയട്ടെ. കഴിഞ്ഞ ദിവസം നമ്മള് ഒരു കൂണിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്താ സംഭവം എന്ന് വെച്ചാൽ വർഷത്തില് മാങ്കുറ്റിയില് വർഷത്തില് 3 പ്രാവശ്യം കൂണ് കിട്ടുന്ന ഒരു ട്രിക്ക് എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ഇട്ടത്. പക്ഷെ കുറെ പേര് ആ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു ട്രിക്ക് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പക്ഷെ ട്രിക്ക് ഒന്നുമില്ല. ആ വീഡിയോ പറയുന്ന കാര്യം തന്നെ. മാങ്കുറ്റിയിലാണ് കൂണുണ്ടാകുന്നത്. നമ്മുടെ വീട്ടിലോ പറമ്പിലൊക്കെ മാവ് വെട്ടുമ്പോ കുറ്റി ഇല്ലേ? ആ കുറ്റി ആഞ്ഞിലും ഉണ്ടാകത്തില്ല. ഇത് തന്നെ രുചി. പക്ഷെ ആഞ്ഞിലെ നമ്മൾ എടുക്കത്തില്ലേ? കാരണം ഞാൻ പറയാം നമുക്കിവിടെ ആഞ്ഞിലിക്കുറ്റിയിലും ഉണ്ടാകുന്നുണ്ട് അല്ലേ? അപ്പൊ ഞങ്ങളിവിടെ ആഞ്ഞിലിക്കുറ്റിയും നിപ്പുണ്ട്, മാവും കുറ്റിയും നിപ്പുണ്ട്. അപ്പൊ അതില് രണ്ടിലും വർഷത്തിലൊരു 3 പ്രാവശ്യം അതിന്റെ അകത്ത് കൂണുണ്ടാവും അല്ലെ? നമ്മളൊന്നും ചെയ്യണ്ട. അതിന് ട്രിക്ക് എന്ന് പറഞ്ഞാൽ ആ കുറ്റി നമ്മൾ ഇളക്കി പറിച്ച് കളയരുത്. അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ ട്രിക്ക്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം അതിലൊന്നും നമ്മൾ ചെയ്യണ്ട. അതില് വിത്ത് പാവുകയോ മുളപ്പിക്കോ വെള്ളം നനയ്ക്കോ ഒന്നും ചെയ്യണ്ട. ആ കുറ്റി ഇങ്ങനെ പറമ്പിലങ്ങ് നിന്നാ മതി. അതിലിങ്ങനെ ഉണ്ടാവും. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലും ഇതുപോലെ തന്നെ അവരുടെ വീടിന്റെ മുമ്പിൽ ഒരു മാവ് ഉണ്ടായിരുന്നു, കൂത്താട്ടുകുളത്ത്. അതിന്റെ അകത്തും ഇതുപോലെ തന്നെ മാവിന്റെ അകത്ത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കൂണുണ്ടാവും അതിന്റെ അകത്ത്. അപ്പൊ അവർക്കും ഇത് അറിയത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി. അവരും ഇപ്പൊ അത് കറി വെക്കും. അപ്പൊ ഒരു കാര്യം ഞാൻ പറയട്ടെ. അന്നത്തെ വീഡിയോയുടെ അകത്തെ ട്രിക്ക് ഇത്രേ ഉള്ളൂ. നമ്മുടെ പറമ്പിൽ മാവും കുറ്റിയോ ആഞ്ഞിലിക്കുറ്റിയോ അല്ലെ? വേറെ അതൊക്കെ നമുക്കറിയാം. നമ്മൾ അത് രണ്ടും ഉപയോഗിക്കാറുള്ളൂ. അതിലുണ്ടാകുന്ന കൂണ് ഉണ്ടാവില്ല. അപ്പൊ ഇതിങ്ങനെ വർഷത്തിൽ 3 പ്രാവശ്യം ഉണ്ട്. നമ്മളൊന്നും ചെയ്യണ്ട. നമ്മളെ കുറ്റി ഇളക്കി കളയായിരുന്ന മാത്രം മതി. അതാണ് അതിന്റെ ട്രിക്ക്. അപ്പൊ ഇന്നത്തെ അതൊന്നുമല്ല. ആ കൂണിനേക്കാളും ടേസ്റ്റ് ആണ് പക്ഷെ ഈ കൂണിന് അല്ലേ? ഈ കൂണിനാണ് പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് കറി അങ്ങ് വെക്കാം അല്ലെ? നമ്മുടെ കൂണ് മുഴുവനും ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ മുട്ട ഇതുകൊണ്ട് തന്നെ കൂടുതൽ ഇങ്ങനെ റൗണ്ടിൽ അരിയാനുള്ള പോർഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇത് അരിയാനായിട്ട് ചെയ്തെന്താ ചെയ്യുന്നത്? പുറമേ ഉള്ള തൊലിയൊക്കെ അങ്ങോട്ട് ചിരണ്ടി കളഞ്ഞിട്ടാണ് അരിഞ്ഞേക്കുന്നത് അല്ലേ? അപ്പൊ ഇനി ഇതെന്താ വെച്ചാൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. വാഷ് ചെയ്യാനായിട്ട് ഇതിന്റെ അകത്ത് എന്തൊക്കെ ചേർക്കണ്ടേ? മഞ്ഞപ്പൊടി മാത്രം. ഉപ്പ് ചേർക്കത്തില്ല കേട്ടോ. ഉപ്പ് ചേർത്താൽ കൂൺ അവിഞ്ഞു പോകും. കൂണ് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് അല്പം മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് കറി വെക്കാം. നമ്മളിത് കുറച്ച് കൊച്ചുള്ളി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങനെ 4ആയിട്ടാണ് അല്ലെ മരിയുന്നത്? ഒരെണ്ണത്തിന് നടുവെ 4 അല്ല അല്ലേ? ഒരു കനത്തിലൊക്കെ അങ്ങ് കീറി. ഒപ്പം എത്ര പച്ചമുളക് ഉണ്ടോ? 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഉള്ളി ഏതാണ്ട് ഒരു 10-20ഓളം ഉള്ളി ഉണ്ട് അല്ലെ? ഉള്ളി ഉണ്ട്. ഉള്ളിയും കൂണുമാണ് ഇതിന്റെ അകത്ത് പ്രധാന കണ്ടന്റ് ഈ കറിയിൽ അല്ലേ? ഇതിന്റെ കൂടെ തന്നെ തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ട്. അപ്പൊ തേങ്ങാക്കൊത്തും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. ഒപ്പം നമ്മൾ അരയ്ക്കാനായിട്ട് ഇത് ഇത്രയും തേങ്ങ നമ്മൾ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു ലേശം തേങ്ങ ഉള്ളൂ. ഒത്തിരി തേങ്ങയൊന്നും വേണ്ട ഇതിന്റെ അകത്ത്. പിന്നെ ഇതിൽ പല സാധനങ്ങളും ചേർക്കൂട്ടോ. അതൊക്കെ നമുക്ക് വഴിയെ നമുക്ക് കാണാം. ഇത് തേങ്ങാക്കൊത്ത് നമ്മളിത് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ സാധാരണ ഇറച്ചിയിലൊക്കെ ഇടുന്ന പോലെ അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ തേങ്ങാക്കൊത്തും എല്ലാം ഒന്നിച്ചങ്ങ് ഇട്ടാൽ മതി അല്ലേ? ഓക്കെ. നമ്മുടെ കൂണ് കണ്ടോ? ലേശം മഞ്ഞപ്പൊടി ഇട്ട് വെള്ളത്തിൽ തന്നെ ഇങ്ങനെ ഇട്ടേക്കുക. കഴുകിയിട്ട് ഇങ്ങനെ ഇട്ടേക്കുവാണ്. നമുക്ക് ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഊറ്റിയെടുത്താൽ മതി അല്ലേ? വെള്ളം
പിന്നെ ഈ കൂണുകറിക്ക് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ഈ അരിയാണ് കേട്ടോ. ഇത് നമ്മുടെ പുഴുക്കലരി അല്ലേ ഇത്? പുഴുക്കലരിയാണ്. സാധാരണ കുത്തരി അല്ലെ? നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിയ പുഴുക്കലരി. ഇതൊരു 2 ടീസ്പൂൺ ഉണ്ട് അല്ലെ? 2 സ്പൂൺ ഇല്ലേ? ഇല്ല, 2 സ്പൂൺ കുറവാണ് അല്ലെ? സ്പൂൺ കുറവാ, അതുകൊണ്ട് ഓക്കെ, ഒരു 1.5 ടീസ്പൂൺ എന്തായാലും ഉണ്ട് കേട്ടോ. അപ്പൊ അത്രയും അരിയുണ്ട്. ഈ അരി തന്നെ നമ്മൾ ചെയ്യുന്നത് വറുത്ത് നമ്മൾ പൊടിക്കും. ഓക്കെ, ഇത് വറുത്ത് പൊടിക്കാം. അപ്പൊ നമ്മളിത് ഇതുപോലെ ഒരു നമ്മുടെ അരി ഇത് ഇങ്ങനെ ജസ്റ്റ് വറുത്തെടുക്കുന്നത്. പൊട്ടണല്ലേ അരി? പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല, കല്ലിൽ വെച്ച് ചതച്ചെടുത്താൽ മതി. കാരണം 2 സ്പൂൺ അരി എന്താണ് മിക്സി പൊടിക്കാനായിട്ട് അല്ലേ? ചുമ്മാ അരകല്ലേ വെച്ചൊന്നിങ്ങ പൊടിച്ചെടുത്താൽ മതി അല്ലേ? അപ്പൊ നമ്മുടെ അരി ഇതേ നമ്മൾ വറുത്തൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിക്കാം കേട്ടോ. നമ്മുടെ ഉള്ളി നമ്മളൊന്ന് ചൂടാക്കുവാണ്. ഉള്ളിയും പച്ചമുളകും തേങ്ങാക്കൊത്തും അല്ലേ? എണ്ണയൊന്നും ഒഴിക്കണ്ട, എണ്ണ ഇതിന്റെ വെള്ളം ഒന്ന് പറ്റട്ടെ. ഓ, അപ്പൊ ഇനി നമുക്ക് ലേശം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അല്ലെ? പയ്യെ ഒന്ന് പെരളാൻ വേണ്ടി മാത്രം എണ്ണയാണ് ഒഴിച്ചോളൂ. ഒരു സ്പൂൺ പോലും ഒഴിച്ചിട്ടില്ല കേട്ടോ എണ്ണ, ഒരു ലേശം എണ്ണ. നമ്മുടെ ഉള്ളി ഇത് അങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഇത്രയും മൂത്താ മതിയോ? ഇത്രയും മതി അല്ലേ? അപ്പൊ നോക്കിയാൽ വലിയ കാര്യമായിട്ട് അങ്ങനെ ഫ്രൈ ആയിട്ടൊന്നും മൂത്തില്ല, ഒരു ഇടത്തരം അല്ലെ? ഒരു പച്ചച്ചവ മാറുന്ന ഒരു മൂപ്പ്, അത്രയും മൂപ്പേ ഉള്ളൂ കേട്ടോ. അടുത്തായിട്ട് നമ്മുടെ കൂണുകറിക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ മിക്സിയിലോട്ടോ ഇന്ന് അരയ്ക്കുന്നത്. അപ്പൊ തേങ്ങ എന്തോരം തേങ്ങ ഉണ്ടോ? ഇതൊരു 1/4 മുറി തേങ്ങ ഉള്ളു അല്ലേ? കുറച്ച് തേങ്ങയുള്ളൂ. വളരെ കണ്ടില്ല, ഒരു 3-4 സ്പൂൺ തേങ്ങ കാണും, അത്രേ ഉള്ളൂ. ഇതിന്റെ കൂടെ നമ്മൾ ശകലം ജീരകം ഇടുന്നുണ്ട്. തേങ്ങ കുറവ് എന്താന്ന് വെച്ചാൽ നമുക്ക് കൂണ് കുറവായതുകൊണ്ട് അല്ലേ? ജീരകം ഇത്രയും മതി അല്ലേ? ശരിക്കും ഞങ്ങൾക്ക് ഇന്ന് രാത്രി കഴിക്കാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ചുമന്നുള്ളി, ഒറ്റ ചുമന്നുള്ളി 2ആയിട്ട് മുറിച്ചിട്ടു. അങ്ങനെ നമ്മുടെ തേങ്ങയും ജീരകവും ചുമന്നുള്ളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരക്കണമേ. ഇതിങ്ങനെ നമ്മുടെ അരി നമ്മള് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ശരിക്കും പൊടിക്കണം ഇത്, വേണ്ട. അപ്പൊ നമ്മളിത് കൂണ് കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മളൊരു കൂട്ടാൻ പട്ടക്കത്തിലാണ് നമ്മളിത് വെക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾക്കിത് അടുപ്പ വെക്കുന്നത് എങ്ങനെയാന്ന് നമുക്കൊന്ന് കാണാം. അടുപ്പ വെക്കുന്നതിന് മുമ്പ് നമ്മൾ പുറത്ത് വെച്ചിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് അല്ലെ, എല്ലാം പെരട്ടി അരപ്പൊക്കെ റെഡിയാക്കിയിട്ടാണ് നമ്മൾ വെക്കണം അടുപ്പല്ലേ? നമ്മൾ വെച്ച് ചൂടാക്കി വെച്ചാൽ ചുവന്നുള്ളി കൂടെ നമുക്ക് ഇതിന്റെ കൂടെ ഇടാം. ഇതിന്റെ കൂടെ തന്നെ നേരെ കിട്ടാൻ മതി അല്ലേ? സത്യം പറഞ്ഞ ഈ ഒരു ചുമന്നുള്ളിക്കൊക്കെ ഈ കൂണിന്റെ തന്നെ ടേസ്റ്റ് ആണ്. ഇങ്ങനെ ഈ ഒരു ടെക്സ്ചറില് ഇങ്ങനെ ഈ ഒരു ഇതിൽ വരുമ്പോ ഒരു കൂണിന്റെ പോലത്തെ തന്നെ ഒരു ടേസ്റ്റ് ആണ് ഈ ചുവന്നുള്ളിക്കും. ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർക്കാം, ശകലം മതി. അപ്പൊ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്ലേ? നമ്മള് സാധാ മുളക് പൊടിയാണ്, എരിവുള്ള അല്ലെ? അത് ഒരു ഒത്തിരി മുളക് പൊടി നമ്മൾ 2 എണ്ണം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ അല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പ് നമ്മൾ കൂടിന് കുറച്ച് ഉപ്പ് ആദ്യം ചേർക്കാവുള്ളൂ. പിന്നെ ചാറായതുകൊണ്ട് നമുക്ക് പിന്നെ നോക്കിയിട്ടിടാം അല്ലേ? കാരണം ഇപ്പൊ കഷ്ണത്തിലൊക്കെ പിടിക്കണം, ഇപ്പൊ ഉപ്പിട്ട് അതും പ്രശ്നമാണ് അല്ലേ? അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക. കൂണിന് നല്ല വേവുണ്ട് കേട്ടോ. കൂണാകും. വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനിയോ നമ്മൾ അടുപ്പ വെക്കുക. കറിവേപ്പില വല്ല ഇടണം. കറിവേപ്പിലയും കൂടെ ഊരിയിടാം. ഓ, അപ്പൊ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്നും ഇങ്ങനെ ഒന്ന് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇടുക. ചുറ്റിച്ച് മിക്സ് ചെയ്ത് ഇനി അടുപ്പിൽ നന്നായിട്ട് തിളക്കട്ടെ അല്ലേ? അപ്പൊ അരപ്പ് ഇപ്പൊ ചേർക്കുന്നില്ല അല്ലേ? അരപ്പ് ചേർത്തിട്ടില്ല. പിന്നെ നമ്മള് ഈ അരിയല്ല നമ്മുടെ അരി തന്നെ വറുത്ത് പൊടിച്ചതുകൊണ്ട് കേട്ടോ. ഇത് സത്യത്തിൽ അമ്മ പറഞ്ഞു ഇത്രയും വേണ്ടെന്ന്. 2 ടീസ്പൂൺ നമ്മൾ പൊടിച്ചത്, പക്ഷേങ്കിൽ ഇത്രയും വേണ്ടത്. കറി തന്നെ ഏതാണ്ട് വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരച്ചു വെച്ചേക്കുന്ന അരപ്പും കൂടെ ഇതിനകത്ത് ചേർക്കാം. നമുക്കൊന്ന് ഇളക്കാം. ഈ അരച്ചതൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്തായെന്നൊക്കെ നോക്കാം. ഉപ്പൊക്കെ ഉണ്ടോ? ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം അല്ലെ, കുറവുണ്ടെങ്കിൽ. ഇത് സിമ്പിൾ കറിയാണ്, നല്ല കറിയാണ് അല്ലേ? നല്ല രുചിയാണ്. എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു കറി അല്ല ഇത്. ദൈവം കനിഞ്ഞാൽ മാത്രം കിട്ടുന്ന കറി അല്ലേ? ശകലം ഉപ്പിടണം, പക്ഷെ നല്ല രുചിയുണ്ട് കേട്ടോ. ആണോ? അപ്പൊ നമ്മൾ ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കിയിട്ടുണ്ട്. നമ്മുടെ അരിപ്പൊടി നമ്മുടെ അരി വറുത്ത് പിടിച്ചില്ല, അത് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല, പിന്നീടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പൊ നമുക്ക് കാണാം. ഇനി ശകലം വെള്ളവും കൂടെ ചേർക്കാം, ഭയങ്കര കൊഴുപ്പായി. ഓക്കെ, മിക്സിയൊക്കെ കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു. ഇനി തിളക്കണം. ഇനി പതുക്കെ തിളച്ച് നമുക്ക് അത് പൊട്ടിക്കാം. ഓക്കെ, നമ്മുടെ കറി അങ്ങനെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കടുക് പൊട്ടിക്കുന്ന പരിപാടിയിലേക്ക് പോവാട്ടോ. അപ്പൊ അടുപ്പേന്ന് മാറ്റിയാലും കണ്ടില്ലേ, മൺചട്ടി ആയതുകൊണ്ട് അതിങ്ങനെ തിള വന്നുകൊണ്ടിരിക്കുവാണേ. കടുക് ഇടാൻ വെളിച്ചെണ്ണ ചൂടായി. നമുക്ക് ചുവന്നുള്ളി അങ്ങോട്ട് ഇടാം. ചുവന്നുള്ളി മുളകും കൂടെ ഇടാം. 2 വറ്റൽമുളകുണ്ട്, ഒരു 2 ചുവന്നുള്ളി.
അത്രേ ഉള്ളൂ. അതിന്റെ കൂടെ നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് നോർമൽ കടുക് പൊട്ടിക്കുന്ന പോലെ തന്നെ കടുക് പൊട്ടിച്ചു അല്ലേ? ഇനി നന്നായിട്ട് മൂത്ത് വരട്ടെ അത്. അങ്ങനെ നമ്മുടെ കടുക് മൂത്തു കേട്ടോ. നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. അത് ഈ കറിയിലേക്ക് നേരെ അങ്ങ് ഒഴിച്ചാൽ മതി അല്ലേ? നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതിൽ ഒരു 2 സ്പൂൺ അരി വറുത്താലും അരി പൊടിച്ചപ്പോ കൂടുതലുണ്ട്. നമുക്ക് ഇച്ചിരി അങ്ങോട്ട് വിതറി കൊടുക്കാം. 1 സ്പൂൺ മതിയോ അമ്മ? 1 സ്പൂൺ മതി. അത്ര ഇട്ടിട്ടുള്ളൂ. നല്ല പൊടിപ്പൊക്കെ ഉണ്ട്. നല്ല അടിപൊളി കുറുകൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നാടൻ കൂണിന്റെ കറിയിലമ്മ. നാടൻ കൂണുകറി. കൂണുകറി എന്ന് പറഞ്ഞാൽ 2 മുള കൂണേ ഉള്ളെങ്കിൽ നമുക്ക് ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കൂണ് കൊണ്ട് കറി വെച്ചാൽ ഒരിക്കലും ഈ ഒരു രീതിയിലല്ല കേട്ടോ കിട്ടുന്നത് അല്ലേ? ഈ ഒരു ടേസ്റ്റേ അല്ല ഇതിന്. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ എങ്ങനെയുണ്ടെന്ന് കാണുമ്പോ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നി. നല്ല ചൂട് ചോറ് കഴിക്കാൻ സൂപ്പറാണ് അല്ലേ? എങ്ങനെയുണ്ട്? നല്ല കറി. അതെ, കുറച്ച് സൂപ്പർ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്കും കൂണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൂണ് വറക്കുന്നതിന് പോയിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു കറി വെച്ചാൽ നല്ലതായിരിക്കും അല്ലേ? എവിടെയെങ്കിലും 2 മുള കൂണ് കിട്ടുവാണെങ്കിൽ അത് തന്നെ ഒരു കറിയാക്കാം ഈസി ആയിട്ട് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്റെ ഇന്നത്തെ ഈ കൂണുകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ നിങ്ങൾ ലൈക്കും കമന്റും മറക്കുകയും ചെയ്യരുത്.